സാജൻ, ചക്കരവി മസാജൻ. ഞാനങ്ങനെ സിനിമ റിവ്യൂ പറയുന്ന ആളൊന്നും അല്ല കേട്ടോ. എങ്കിലും നല്ല നല്ല സിനിമകളുടെ ഇടയ്ക്ക് വല്ലതും പറയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, എന്ത് ഇത്രയും നല്ല സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പം എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. തുടരുന്ന സിനിമയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ കണ്ടു. അതിമനോഹരമായ ചിത്രമാണ് കേട്ടോ. അത് ആദ്യം പറഞ്ഞാൽ പറ്റുള്ളൂ. അതിൽ അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ എല്ലാവരും നമ്മൾ പല ഈ തുടരുന്ന ചിത്രം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനത് ആവർത്തിച്ചിട്ട് ആവർത്തന രസം ഉണ്ടാക്കിയിരുന്ന കാര്യം എങ്കിലും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ സുഹൃത്തുക്കൾക്കത് എൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് തോന്നിയാൽ പറയട്ടെ. ഞാൻ റിവ്യൂ പറയില്ല. കാരണം എത്ര കോടികൾ മുടക്കി സിനിമ എടുക്കുന്നു, അതിലൊരു മോശം അഭിപ്രായം പറഞ്ഞ് ആൾക്കാർ കാണാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമ പോലും കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുടെ ധനനഷ്ടവും വിഷമവും ഒക്കെ ഭയങ്കരമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുരേഷ് കുമാർ, മേനക സുരേഷ്, അദ്ദേഹം പുതിയ നിർമ്മാതാക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സിനിമയുടെ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. ഒരർത്ഥത്തിൽ പുതിയ നിർമ്മാതാക്കൾ കുഴി ചടാതിരിക്കാൻ വേണ്ടി പുള്ളി ചെയ്യുന്നെങ്കിലും നല്ല സിനിമ എടുക്കണമെന്ന് ഉദ്ദേശിച്ച് വരുന്നവരും ഒന്ന് പിന്നോട്ട് വലിക്കും. അതിന് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറയുകയുണ്ടായി, അല്ല ഏതൊരു ബിസിനസ്സിനും നാളെ സമയത്ത് ലാഭം ഉണ്ടാവുമെന്ന് കരുതിയാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ലാഭനഷ്ടങ്ങൾ പിന്നീടുള്ളതല്ലേ. പക്ഷേ ഇത് കണക്കുകൾ നിരത്തി ഒരു മാസം 12-15 സിനിമകൾ എടുക്കുമ്പോൾ അതിൽ മുടക്ക് മുതൽ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിനിമയിലേക്ക് വരണ്ട എന്ന് തോന്നും. എന്നാൽ അത് അദ്ദേഹം സതുദ്ദേശത്തോടെയാണ് പറഞ്ഞത്. എന്നാൽ മുതൽ മുടക്കി കിട്ടിയാൽ മതി എന്ന് ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രവർത്തകരുണ്ട്, സിനിമ പ്രൊഡ്യൂസേഴ്സുണ്ട്, വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ സിനിമാ നിർമ്മാതാവായിട്ടുള്ള നമ്മുടെ സുരേഷ് കുമാർ പറഞ്ഞത് നല്ലതാണെങ്കിലും അദ്ദേഹം കേരളത്തിൽ കിട്ടുന്ന കളക്ഷൻ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് കറക്റ്റായിട്ട് തിയേറ്റർ കിട്ടുന്ന കണക്കാണ്, തിയേറ്ററിൻ്റെ വിഹിതം, ഗവൺമെൻറ് ടാക്സ് കഴിച്ചിട്ടുള്ളതാണ്. ഗ്രോസ് കളക്ഷനാണ് പുള്ളി പറയുന്നത്. ഗ്രോസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു വിധം തിയേറ്ററിന് പോവും, ഒരു ശതമാനം ഗവൺമെൻറ്റിന് പോകും ടാക്സ്. ആ ടാക്സാണ് നമ്മുടെ സിനിമ പ്രവർത്തകർക്ക് പെൻഷനായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ് വേറെ പണം കണ്ടെത്തിയിട്ടൊന്നുമല്ല. സിനിമ ഓടിയാലല്ലേ അത് വരുള്ളൂ. തിയേറ്ററുകൾക്ക് നഷ്ടം തന്നെ. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുണ്ടായി, ഏതായാലും ഈ എമ്പുരാനും ഈ തുടരും സിനിമ വന്നതിന് ശേഷം വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. രഞ്ജിത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പഴയ പരിചയക്കാരനാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പൊന്നാരൻ തോട്ടത്ത് രാജാ എന്ന സിനിമ സേവി മനോ മാത്യുവും രഞ്ജിത്തും കൂടെ എടുത്ത സിനിമയാണ്. നല്ല സിനിമയാണത്. അതേ റിലീസ് ചെയ്ത ആ ദിവസം തന്നെയാണ് എൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്സസ് റിലീസ് ചെയ്തത്. പൊന്നാരൻ തോട്ടത്ത് രാജാവ് വലിയ കളക്ഷനായില്ലെങ്കിൽ നല്ലൊരു പടമായിരുന്നു. എൻ്റെ പടം രചന പിക്ചേഴ്സ് കുഞ്ഞുമോൻ എടുത്ത പടമാണ്. അത് നല്ലൊരു കളക്ഷനായിരുന്നു. ലോ ബഡ്ജറ്റ് എടുത്ത പടങ്ങളാണ്. അന്നോട്ട് എനിക്ക് അറിയാമെന്ന് പറയുകയാണ്. പിന്നീടാണ് അദ്ദേഹം ചിപ്പിയെ പോകാൻ കഴിച്ചതും മക്കളുണ്ടായതൊക്കെ. ഒരു മോള്. ചിപ്പിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സിനിമയുടെ വിജയം ചിപ്പി ആയിരിക്കാം. ആറ്റുകാലമ്മയുടെ ഒരു വലിയ ഭക്തിയാണല്ലോ ചിപ്പി. രഞ്ജിത്തും അതെ, മകളും അതെ. മകളും സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറോ കോ പ്രൊഡ്യൂസറോ മറ്റുമാണ്. 6 വർഷമായിട്ട് ഈ കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്തിനോട് സമ്മർദ്ദം ചെലുത്തുന്നത് ഈ ചിപ്പിയും മകളുമാണത്രേ. അതൊക്കെ എനിക്ക് പുതിയ അറിവാണ്. ഏതോ ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുമല്ലോ എന്ന് പറയുമല്ലോ. ആരോഗ്യപരമായ കാര്യങ്ങളിലും ഉപദേശങ്ങളിലുമൊക്കെ സ്ത്രീ മന്ത്രിയാണല്ലോ. മന്ത്രി എന്ന് വെച്ചാൽ അവരുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാം. എങ്കിലും രഞ്ജിത്തിന് ഒരു ഭയമുണ്ട്. കാരണം അദ്ദേഹം ഒരു സിനിമ നിർമ്മാതാവാണ്, സംവിധായകനാണ്, ലൈൻ പ്രൊഡ്യൂസറായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, പിന്നെ നിർമ്മാതാവിൻ്റെ അസോസിയേഷനിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ്. സിനിമയെക്കുറിച്ച് ഏറ്റവും ഇഷ്ടം അറിയാവുന്നൊരു വ്യക്തിയാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം സിനിമയിൽ വരുന്നത് അദ്ദേഹം വന്നൊരു പാഷൻ കൊണ്ടാണ്. കാരണം സിനിമ അദ്ദേഹത്തിൻ്റെ ക്രൈസാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എങ്ങനെ പോയാലും എനിക്ക് സിനിമ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കുറേ പരാജയങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊന്നും പിന്മാറിയില്ല. രജപുത്ര ഔട്ട്ഡോർ യൂണിറ്റ്, ആ ഔട്ട്ഡോർ യൂണിറ്റിൽ അദ്ദേഹം സ്വന്തം തുടങ്ങിയതാണ്. അതിലും അദ്ദേഹം എന്ത് വെച്ചാൽ ഈ കോവിഡ് കാലത്തുണ്ടല്ലോ, കോവിഡ് കാലത്ത് ഒരു വർക്കുമില്ല ആർക്കും. അവരൊക്കെ പലരും വർക്കേഴ്സൊക്കെ എങ്ങനെ ജീവിക്കും? സാധാരണ ദിവസേന ജോലി ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ബാറ്റ, ഡബിൾ ബാറ്റ, ട്രിപ്പിൾ ബാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും 1500-2000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ദിവസം
പണമില്ലാത്തൊരവസ്ഥ ആലോചിക്കുക, എങ്ങനെ കുടുംബം പുലർത്തും? നിങ്ങൾ കാണുന്ന പുറമേ കാണുന്ന സിനിമയിലുള്ള അഭിനേതാക്കളുടെ വരുമാനമോ അല്ലെങ്കിൽ വലിയൊരു ടെക്നീഷ്യൻ്റെ വരുമാനമൊന്നും ഈ പാവങ്ങൾക്കില്ല. അത്ര വളരെ കഷ്ടകാലത്ത് അറിഞ്ഞുകൊണ്ട് രജപുത്ര ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വർക്കേഴ്സിന് രജപുത്ര ഈ രഞ്ജിത്ത് സഹായം ചെയ്തു. 5000 അതിൽ കൂടുതൽ പുള്ളി ഓരോ വ്യക്തികൾക്കും സംഭാവന ചെയ്തൊരു മനസ്സിൻ്റെ ഉടമയാണ് രഞ്ജിത്ത്. അദ്ദേഹത്തിന് ഈ തുടരും പോലുള്ള സിനിമ എടുക്കാൻ തന്നെ ഇത്ര വൈകി. അദ്ദേഹം കൂലങ്കഷമായിട്ട് ആലോചിച്ചു. അത് പുള്ളിക്കാരൻ നല്ലൊരു സംവിധായകനെ തന്നെ പുള്ളി ഏൽപ്പിച്ചു, തരുൺ മൂർത്തി. അദ്ദേഹം വേറെ സിനിമ സൗദി വെള്ളക്കാപ്പിന് വേറെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഞാനത് കണ്ടില്ല. അദ്ദേഹം നല്ല ഇരുത്തം വന്ന അനുഭവമുള്ള അഭിനയം അറിയാവുന്ന ഒരു സംവിധായകനാണെന്ന് ഞാൻ രഞ്ജിത്തിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ ഉണ്ട്. അതിൽ കാരണം എന്ന് വെച്ചാൽ ഓരോ അഭിനേതാവിൻ്റെ അഭിനയത്തിൻ്റെ മുഹൂർത്തം പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തിട്ടുണ്ട് ക്ലോസപ്പിൽ. അത് ശോഭനയുടെ കാര്യങ്ങൾ എടുത്തു വരണം. ശോഭനയ്ക്ക് വലിയ റോളൊന്നും അല്ലെങ്കിലും ഉള്ളത് കാര്യമായിട്ട് ചില ക്ലോസപ്സിൽ നമ്മൾ ശോഭനയുടെ ലുക്കിൽ കാണാം. ജ്വലിക്കുന്ന ഒരു അഭിനയം. പിന്നെ ലാലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ലാൽ ഒരു ബോൺ ആക്ടറാണ്. അദ്ദേഹത്തിന് ഏത് റോളും അദ്ദേഹം ചെയ്യുന്നത്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടിനി ഒന്നും വേണ്ട. ഒരു വലിയൊരു നടനല്ലേ, നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമല്ലേ മമ്മൂട്ടി, മോഹൻലാൽ. അദ്ദേഹം മമ്മൂട്ടി അപ്പുറത്തുള്ളതുകൊണ്ടാണ് മോഹൻലാലിന് ഇനിയും ശോഭിക്കാൻ കഴിയുന്നതാണ് തരുൺമൂർത്തി എന്ന് പറയുന്നത്. ശരിയാണ്. കാരണം നമ്മളിപ്പം ഒരു സെലക്റ്റീവായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര നടന്മാരുണ്ടായാലും നമ്മൾ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെ സിനിമയിലേ കാണുള്ളൂ. അത് ഒരാൾ ഇപ്പുറത്തുണ്ടെങ്കിലാണ് അപ്പുറത്തൂടെ നമുക്ക് കാണാനുള്ള ആവേശം. രണ്ടുപേരും നല്ല എന്തെല്ലാം ഇനി അവരിൽ നിന്ന് കിട്ടണം. ഈ കഴിഞ്ഞ 2 പടങ്ങൾ എമ്പുരാനും ഇതും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന് ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് അവരെ വായടപ്പിക്കാൻ പറ്റി. എമ്പുരാനും ഈ ചിത്രം തുടരും. 200 കൂടി കഴിഞ്ഞു പോയി. ഇനി 300-ഉം അതിലുപരിയും എത്രത്തോളം എവിടെ പോയി നിൽക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനേ ആവില്ല. ആ രീതിയിലാണ് ഈ സിനിമയുടെ പോക്ക്. ഒരിക്കൽ നമ്മുടെ ആസിഫ് അലിയെ പറ്റ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. ആസിഫ് അലിയാണോ ഷറഫുദ്ദീനാണോ, വയസ്സായ അമ്മൂമ്മ പോലും മോഹൻലാലിൻ്റെ നല്ലൊരു പടം എന്ന് കേട്ടാൽ എഴുന്നേറ്റ് പോയി പടം കാണാൻ മക്കളെ എന്ന് പറയും. അത്രേ ഷറഫുദ്ദീനാണ് പറഞ്ഞത് തോന്നുന്നു. ആസിഫ് അലി വേറെ രീതിയിലാണ് പറയുന്നത്. ആസിഫ് അലി ലാലിനെ പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഞാനീ പല ഈ അഭിപ്രായങ്ങൾ ഇൻ്റർവ്യൂ കാണുന്നതുകൊണ്ട് എനിക്കൊരു ആശയക്കുഴപ്പം. എന്തായാലും ശരി, ഈ സിനിമയെക്കുറിച്ച് എനിക്കെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സംവിധായകനെയും നിർമ്മാതാവിനെയും. നിർമ്മാതാവ് ഇങ്ങനെ നല്ലൊരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് ഇതിൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി ധൈര്യപൂർവ്വം അദ്ദേഹം ഒരു പടം ഏൽപ്പിക്കുകയാണ്. അത് 1-2 സിനിമകൾ മാത്രം എടുത്ത ഒരു സംവിധായകനെ. ആ സംവിധായകനെക്കുറിച്ച് അദ്ദേഹം വാദോരാതെ പറയുന്നുണ്ട്. തരുൺമൂർത്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിനയം അറിയാം, അഭിനയിക്കാനറിയാം, അഭിനയം പഠിപ്പിക്കാനറിയാം, ഓരോ ഷോട്ടും എങ്ങനെയാണെന്നറിയാം. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം നമ്മുടെ പ്രകാശ് വർമ്മ എന്ന നടനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രഞ്ജിത്തിനോട് പറയുമ്പം സ്വാഭാവികമായിട്ടും നിർമ്മാതാവ് പറയും, എന്തിനീ പരീക്ഷണം, നമുക്ക് എത്രയോ നല്ല വില്ലന്മാരുള്ള അഭിനയിച്ചിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള നടന്മാരുണ്ട്, അതിൽ തീർച്ചയായിട്ടും എന്തിനിങ്ങനെ പരീക്ഷണം ചോദിക്കാം. പക്ഷേ അതിലൊരു പ്രത്യേകത കണ്ടെത്തിയത് ഈ വലിയ നിർമ്മാതാവായ രഞ്ജിത്തിന് തന്നെയാണ്. അദ്ദേഹത്തിനൊരു സല്യൂട്ട് കൊടുത്തേ മതിയാവും. നമുക്ക് പണ്ട് പി ജെ ആൻ്റണി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബാലങ്ക നായർ, രാജംബി ദേവ്, NF വർഗീസ് എന്ന് തുടർന്ന് ഒരുപാട് നമ്മുടെ വിജയരാഘവൻ, പിന്നെ എത്ര വില്ലന്മാരായിട്ടുള്ള ആൾക്കാർ ശോഭിച്ച നല്ലപോലെ ചെയ്ത മുമ്പിലുണ്ട്. അത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ആ ചെമ്പൻ കുഞ്ഞൊക്കെ നമുക്കിപ്പോഴും അതുപോലെ പി ആൻ്റണി ചേട്ടൻ്റെയൊക്കെ അഭിനയമൊക്കെ ഉണ്ടല്ലോ. NF വർഗീസിൻ്റെ പ്രത്യേകതയുണ്ട്. അതൊരു പക്ഷേ നമുക്ക് ഈ തുടരും സിനിമയിലെ പുതിയ വില്ലനിൽ ദർശിക്കാം. ചിരിച്ചുകൊണ്ട് വില്ലനിസം കാണിക്കുന്നൊരു പ്രത്യേക മാനറിസത്തിൻ്റെ ഉടമയാണ് NF വർഗീസ്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ജോർജ് സാറ് ഒരു പുതുമുഖം, ഒരു CI, പുള്ളിക്കാരത്ത് കൂളായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയാം. കാരണം അദ്ദേഹം നിർവാണ എന്നൊരു പരസ്യ കമ്പനി അതിവിപുലമായിട്ട് ഹച്ചിൻ്റെയും വോഡഫോണിൻ്റെയും കേരള ടൂറിസത്തിൻ്റെയും ഒക്കെ പരസ്യ കമ്പനി വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉടമയാണ്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്.
അദ്ദേഹം പണ്ട് സിനിമയുടെ മോഹമൂത്ത് പല സിനിമാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ കയറിപ്പോയി ചാൻസുകൾ ചോദിച്ച കഥ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ലോഹിദാസിനടുത്ത് പോയത് പോലും പുള്ളി പറയുന്നുണ്ട്. ഏതായാലും ആ സമയങ്ങളിൽ പുള്ളി അഭിനയിക്കാൻ വരാതിരുന്നതും ആര് ചാൻസ് കൊടുക്കാതിരുന്നതും ഒരു പക്ഷേ ഇതിനു വേണ്ടിയായിരുന്നിരിക്കാം. അതായത് ജോർജ് സാറിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ ഒരു മുൻവിധിയോടുകൂടെ കാണാൻ പറ്റില്ല. വേറെ ഒരു നടനാണെങ്കിലും നമ്മൾ കാണും, ഓ ഇതൊരു വില്ലൻ അല്ല, ഇതങ്ങനല്ല. സ്വീറ്റായിട്ട് ചിരിച്ചുകൊണ്ട് ഇരിക്കാൻ പറയുന്നു, ചിരിക്കുന്നു. മോഹൻലാലിൻ്റെ ടാക്സി ഡ്രൈവർ ഷൺമുഖം അദ്ദേഹത്തോട് സ്മാളൊക്കെ അടിക്കാൻ പറയുന്നു. ശാന്തമീ രാത്രി എന്ന പാട്ട് കേട്ടടിക്കുമ്പോൾ ഡാൻസ് സ്റ്റെപ്പ് ചെയ്യുന്നു. മോഹൻലാലിനോട് ചെയ്യാൻ പറയുന്നു. ശാന്തമീ രാവുന്ന പാട്ട് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി പണ്ട് പാട്ട് എഴുതാൻ വന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയതാണ്. ജയരാജൻ്റെ അതിമനോഹരമായ പടം, മമ്മൂട്ടി വളരെ അഭിനയിച്ച നല്ല പടം, നല്ല സ്ക്രിപ്റ്റാണത്, നല്ല പടമാണ്. ബാംഗ്ലൂർ വെച്ചെടുത്തത്. ആ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ അന്ന് പണ്ട്. ആ പാട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അതിൽ പ്രത്യേകിച്ച് സരസമായ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നൊരു കഥ. ആദ്യ പകുതിയൊക്കെ നമ്മൾ കാണുമ്പോൾ തോന്നും, എന്തോ ഈ പടം ഒരു ഉരുളപൊട്ടലും പിന്നെ അതും ഇതും ഭൂമിക്കടിയിൽ നിന്ന് ചില മനുഷ്യ ശരീരങ്ങളുടെ അവയവങ്ങൾ പുറത്തെടുക്കുക. ഇത് കാണുമ്പോൾ എന്താ ഇത് ഇങ്ങനെ തോന്നിയിട്ടെ ഒരു ഇൻ്റർവെല്ലാകുമ്പോൾ ഒരു വരവുണ്ട്. പിന്നെയാണ് ഈ പടത്തിൻ്റെ ഞാൻ സംവിധായകൻ ഉൾപ്പെടെ വരെ ഇരുന്ന് പോയി. സത്യത്തിൽ എനിക്ക് ഇൻ്റർവെൽ സമയത്ത് പുറത്തിറക്കാൻ തോന്നിയില്ല. ഇതിൻ്റെ ബാക്കിയോടെ കാണണമല്ലോ. പിന്നൊരു വരവല്ലേ ഉള്ളൂ, ഒന്നൊന്നര വരവ്. നമ്മൾ പറയുക ഇത് താണ്ടാ പോലീസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ഇത് താണ്ടാ വില്ലൻ എന്ന് പറയില്ലേ. വില്ലനുക്കും വില്ലനാണ് മോഹൻലാൽ. അതായത് ഇത്രയും മാനവസങ്ങളുള്ളൊരു വില്ലൻ ചിരിച്ചും കൊണ്ട് കഴുത്തിറക്കുമെന്ന് പറയില്ലേ. എന്ത് ക്രൂരമായ അഭിനയമാണ്, അപാരം തന്നെയാണ്. ഇതിൽ മറ്റ് അഭിനേതാക്കളുടെ നിന്നും ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ഞാൻ എടുത്തു പറയാത്ത ഒരുപാട് നടന്മാരുണ്ട്, നല്ല നല്ല അഭിനയം കാണിച്ച നടന്മാർ. അതിൽ ഈ പ്രഭാവർമ്മയുടെ ഒരു വില്ലനിസം അതൊരു ഒന്നൊന്നര വില്ലനിസം തന്നെയാണ്. ഇതാണ് വില്ലൻ. ഇതിൽ കവച്ച് വയ്ക്കാനൊരു വില്ലൻ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അദ്ദേഹം ഇനി തുടർന്ന് അഭിനയിക്കാൻ താല്പര്യപ്പെടുമെങ്കിൽ നമുക്ക് നല്ലൊരു നടനെ നമുക്ക് കിട്ടി. പക്ഷെ അദ്ദേഹം കോടികൾ ബിസിനസ് ചെയ്യുന്ന ഒരു പരസ്യ നിർമ്മാണ കമ്പനിയുടെ ഓണറാണ്. സോറി, അദ്ദേഹം പറഞ്ഞു നല്ല നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഞാൻ ചെയ്യും എന്ന് പറയുന്നു. നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടണം. അത് കാച്ചിക്കുറുക്കിയ പൊന്നെന്നൊക്കെ പറയില്ലേ. ഒരു സിനിമ കണ്ട ശേഷം വില്ലനെ ഇത്രയും വെറുക്കുകയും കൈ കിട്ടിയ ഒന്ന് പെരുമാറണം തോന്നുന്ന ഒരു വില്ലൻ ഒരു പക്ഷേ ഈ പ്രകാശ് വർമ്മ തന്നെയായിരിക്കും. അതിൻ്റെ മഹത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിനോട് അഭിനയിച്ചൊരു കൊച്ചു കുട്ടിയുണ്ടല്ലോ, മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടി. ആ കുട്ടി പറയുന്നതായിരുന്നു, അയ്യോ ഈ അങ്ങോട്ട് വെറും പാവമാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. എനിക്ക് അതിശയം തോന്നും, എനിക്ക് ചില സമയത്ത് ചിരി വരുമെന്ന് പറയും. അത്ര സരസമായ രീതിയിലാണ്. പക്ഷേ ബിനു പപ്പനെയും പറയാതിരിക്കാൻ പറ്റാം. ബിനു പപ്പൻ പപ്പച്ചേട്ടൻ്റെ മോനാണ്. അദ്ദേഹം ഹാസ്യരൂപതയാണ് വന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി കേട്ടോ, ടെക്നിക്കലി അറിയാം. പിന്നെ മാത്രമല്ല മോഹൻലാലിനോട് ചില പ്രത്യേക സംഭവങ്ങൾ ഈ ഡയറക്ടർക്ക് പറയാൻ വയ്യാതെ വന്നപ്പം ബിനുവിനോട് പറയും. ബിനു അത് പറയുന്നു. അപ്പോൾ ബിനു പറയും, ഞാനിങ്ങനെ പറയും, ഒന്ന് പോയി പറ. എങ്കിലും ബിനു പോയിട്ട് പറയുമ്പം ശരി മോനെ ആദ്യം അത് ചെയ്തതുപോലെന്ന് എനിക്ക് നോക്കട്ടെ മോനെ ഇങ്ങനെ സരസമായിട്ട് പറയുകയും. ഒരു ബാത്റൂമിലൊരു സീനുണ്ടേ, ഓ അത് ഇനി മോഹൻലാൽ അഭിനയിച്ചാലും അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ അവിടെ മുതലാണ് പുള്ളിക്കാരൻ്റെ ഒരു പ്രതികാരത്തിൻ്റെ ഒരു ജ്വാല എന്ന് തന്നെ പറയാം. പിന്നെ ഒരു വരവാണ്, അത് ഒപ്പത്തിന് ഒപ്പം, ഒരു കട്ടയ്ക്ക് അത് ഇത്രയും വലിയ വില്ലനിസം പുള്ളി കാണിച്ചതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കാണിക്കാൻ ലാലിനെ പറ്റും. ഇങ്ങനെ രണ്ട് നടന്മാർ ഒരുമിച്ച് അഭിനയിക്കുമ്പം കൊടുക്കൽ വാങ്ങണമെന്നുണ്ടല്ലോ. കുറേ സിനിമകൾ വന്നും പോവും, പരസ്യമില്ല, പരസ്യം വേണം സിനിമയ്ക്ക്. പക്ഷേ ഇതിന് ഈ രഞ്ജിത്ത് ചെയ്ത ഏറ്റവും ഒരു സംഭവം ഉണ്ടല്ലോ, എമ്പുരാനൊരു ഭയങ്കര പരസ്യമായിരുന്നു. ഒരു സമയത്ത് രഞ്ജിത്തും തരുണും ഭയന്നുപോയി, എമ്പുരാൻ എന്നൊരു സിനിമയുടെ അടുത്ത് തുടരുമെന്നൊരു സിനിമ വന്നാലങ്ങനെ, അതും സാധാരണ ഒരു പേര് തുടരും. ഈ മറ്റത് എമ്പുരാൻ എന്നൊരു വലിയ പേര്, ഇതൊരു ചെറിയ പേരല്ലേ എന്നൊക്കെ ആലോചിച്ചു. ഒടുവിൽ വിൻറ്റേജ് എന്ന് വെച്ചാൽ പഴമ എന്ന രീതിയിൽ, അത് പഴയ കാറാണല്ലോ ഇതിൻ്റെ ഹീറോ, മാർക്കോണ്ട് അംബാസഡർ, കറുത്ത അംബാസഡർ, അതൊരു പ്രധാന കഥാപാത്രമാണ് കേട്ടോ. അപ്പോൾ അവസാനം മോഹൻലാൽ തന്നെ പറഞ്ഞു, തുടരും എന്നൊരു സിനിമയുടെ പേര് നല്ലതല്ലേ, നമ്മുടെ സിനിമ കണ്ടാലും എന്ത് കണ്ടാലും കഥ വായിച്ചാൽ തുടരും, ഒരു സീരിയൽ ഉണ്ടാലും തുടരും, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതായാലും ഈ കഥയുടെ പേര്, ഈ സിനിമയ്ക്ക് പറ്റിയ പേര് തുടരും.
നല്ലൊരു സിനിമയല്ലേ, നല്ലൊരു കഥയല്ലേ, നല്ലൊരു സംവിധാനമല്ലേ, നല്ലൊരു നിർമ്മാതാവല്ലേ, ഇങ്ങനെയൊക്കെയാണ് മോഹൻലാൽ പറയുന്നത്. എന്നിരുന്നാലും ശരി, തുടരും കണ്ടവർ വീണ്ടും വീണ്ടും കാണും, കണ്ടവർ വീണ്ടും വീണ്ടും കാണുമെന്ന് പറയാൻ കാരണം എനിക്കും ഇനിയും കാണണം, ഞാൻ കാണും. ആദ്യം ഞാൻ പോയത് ഒറ്റയ്ക്കാണ്, ഇനി കുടുംബസമേതം പോകണം. നിങ്ങളിൽ ഓരോരുത്തരും ഈ സിനിമ കാണും, കാണേണ്ട ഒരു സിനിമയാണെന്ന് പറയുന്നു. ഇനി അധികം പറഞ്ഞ് നിർപ്പിക്കുന്നില്ല, കാരണം ഇപ്പോഴും ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് തരുൺമൂർത്തി പറയുന്നുണ്ട്, പിന്നെ ബിനു പപ്പൻ പറയുന്നുണ്ട്, ലാൽ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ രഞ്ജിത്ത്, അതേപോലെ സൗമ്യനായ ചിരിച്ചോട് സംസാരിക്കുന്ന നല്ലൊരു ഹൃദയത്തിനുടമയാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനെക്കുറിച്ച് മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വലിയ നിർമ്മാതാവ് ഇനിയും നമ്മുടെ സിനിമയിൽ നല്ല നല്ല സിനിമകൾ എടുത്താൽ, എൻ്റെ വിജയ മൂവീസ് ഉൾപ്പെടെ, എൻ്റെ സെൻറ്റോർ ആർട്ട് പ്രൊഡക്ഷൻസ് കൊച്ചുമൻ ഉൾപ്പെടെ, പിന്നെ സെഞ്ചുറി ഫിലിംസിൻ്റെ കൊച്ചുമൻ, അതുപോലെ ഉപകാരമൊക്കെ എടുത്ത നമ്മുടെ ജോസ് പ്രകാശൻ്റെ മകൻ രാജൻ ജോസഫ്, ആരോമ പിക്ചേഴ്സ് അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും മക്കളുണ്ട്. പിന്നെ ഒരുവിധം ഒട്ടുമിക്ക ചില നിർമ്മാതാക്കളുടെ പേര് ഞാൻ വിട്ടുപോകും. ഏതായാലും എല്ലാവരും ഓർമ്മിപ്പിക്കുന്നില്ല, വിട്ടുപോയി ക്ഷമിക്കുക. നല്ലൊരു സിനിമ കണ്ട ഒരു അനുഭവം നിങ്ങളിൽ കൂടി പകർത്തിക്കൊണ്ട് ഇന്നെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.